ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് വന്നാലോ എന്ന് ആലോചിക്കുമായിരുന്നു. രാത്രി കിടക്കാൻ നേരം ശിവാനി ഭർത്താവ് രാജീവിനോടായി പറഞ്ഞു. അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ? അല്ല, അമ്മയ്ക്ക് നല്ല സുഖമില്ലെന്ന് ഒരാഴ്ചയായി വിളിക്കുമ്പോൾ പറയുന്നുണ്ട്. അമ്മയെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം, ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം. അതിന് കൊണ്ടുപോകാൻ പറ്റിയ ആരും നാട്ടിലില്ലല്ലോ. നല്ല കാര്യമാണ്. അങ്ങനെയെങ്കിൽ നീ പോയിട്ട് വരൂ. പിന്നെ കുട്ടികളുടെ കാര്യം ആനന്ദി നോക്കിക്കൊള്ളുമല്ലോ. അപ്പോഴാണ് ആനന്ദി എന്ന തമയത്തി സർവത്തിന്റെ കാര്യം ശിവാനി ഓർത്തത്. 30-നോടടുത്ത പ്രായമുള്ള ആനന്ദിക്ക് ഇരുനിറമാണെങ്കിലും ഒരു പുരുഷനെ ആകർഷിക്കാനും മാത്രം അകാരവടിയുണ്ട്. രാജീവേട്ടൻ ഇതുവരെ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. മാത്രമല്ല, ആനന്ദി ഇടയ്ക്കിടെ രാജീവേട്ടനെ പുകഴ്ത്തി പറയാറുമുണ്ട്. അവൾ ഇതിനു മുമ്പ് ജോലിക്കുന്ന വീടുകളിൽ പുരുഷന്മാരൊക്കെ തനി കോഴികളായിരുന്നെന്നും എന്നാൽ രാജീവ് സാർ എക്സ്ട്രാ ഡീസന്റ് ആണെന്നും പറയുന്നത് കേട്ട് തനിക്ക് പലപ്പോഴും അഭിമാനം തോന്നിയിട്ടുമുണ്ട്. എന്നിട്ടാണോ താൻ ആ പാവം മനുഷ്യനെ വെറുതെ സംശയിക്കുന്നത്? എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല രാജീവേട്ട. എങ്കിൽ ഞാൻ ടിക്കറ്റ് റേറ്റൊക്കെ ഒന്ന് നോക്കട്ടെ. കുറവുള്ള ദിവസം നോക്കി ബുക്ക് ചെയ്യാം. ശിവാനി എഴുന്നേറ്റ് ലാപ്ടോപ്പ് എടുത്ത് ഫ്ലൈറ്റ് ബുക്കിംഗ് ആപ്പ് ഓൺ ചെയ്തു. നെക്സ്റ്റ് വീക്കിലുള്ള ഫ്ലൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷമാണ് അവൾ ഉറങ്ങാൻ കിടന്നത്. അല്ല ശിവ, നിനക്ക് എന്തേലും ടെൻഷനുണ്ടോ? എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിനിടയ്ക്ക് രാജീവിന്റെ ചോദ്യം. എന്ത് ടെൻഷൻ? കുട്ടികളെ എന്നേക്കാൾ നന്നായി രാജീവേട്ടൻ കെയർ ചെയ്യുമെന്ന് എനിക്ക് നന്നായി അറിയാം. അതല്ല ശിവ, നീ പോയി കഴിയുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും ദിവസവും ക്ലാസ് ഉണ്ടാകും. അവരും പോയി കഴിയുമ്പോൾ ഇവിടെ ആനന്ദി മാത്രമേ ഉണ്ടാവൂ. എനിക്കാണെങ്കിൽ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യ എന്ന നിലയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടാവില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ചിരിയോടെയാണ് രാജീവൻ അത് ചോദിച്ചത്. എന്റെ രാജീവേട്ട, 10-15 കൊല്ലം നിങ്ങളോടൊപ്പം ജീവിച്ച എനിക്ക് നിങ്ങളെ നന്നായി അറിയാം. ഈ ലോകത്ത് നിങ്ങളെപ്പോലെ വിശ്വസിക്കാൻ പറ്റിയ മറ്റൊരാളുണ്ടാവില്ല. ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. അയാളുടെ കവിളിൽ തലോടി സ്നേഹത്തോടെയാണ് അവൾ അത് പറഞ്ഞത്. അമ്മ, ദിനവും സായങ്കാലം ഞാൻ കളമ്പിടും. അപ്പുറം ഏർലി മോർണിംഗ് തിരുമ്പി വരുവാൻ ആനന്ദി പുറത്തേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു. അത് വേണമായിരുന്നു ആനന്ദി. എനിക്ക് ഇവിടെ തന്നെ നൈറ്റിലും കിടന്നാൽ പോരെ? പറവില്ലമ്മ, അപ്പടിയാ പോതും. തന്റെ സമാധാനത്തിനും കൂടി വേണ്ടിയാണ് ആനന്ദി ദിവസവും വൈകുന്നേരമാകുമ്പോൾ സ്വന്തം ക്വാർട്ടേഴ്സിലേക്ക് പോയിട്ട് പിറ്റേന്ന് അതിരാവിലെ വരാമെന്ന് തീരുമാനിച്ചതെന്ന് ശിവാനിക്ക് മനസ്സിലായി. ഞാൻ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ് രാജീവേട്ടാ. വേഗം ആ കുട്ടികൾ ഉണരുന്നതിന് മുമ്പ് നമുക്ക് ഇറങ്ങാം. ശിവാനി ധൃതി വെച്ചപ്പോൾ രാജീവൻ വേഗം കാറിലേക്ക് കയറി. എയർപോർട്ടിലെ ചെക്കിംഗ് കഴിഞ്ഞ് ശിവാനി ഉള്ളിലേക്ക് കയറി പോകുന്നത് കണ്ട് രാജീവൻ കാർ പാർക്കിങ്ങിലേക്ക് തിരിച്ചുപോയി. അപ്രതീക്ഷിതമായി തനിച്ച് നാട്ടിലെത്തിയ മകളെ കണ്ട് ശിവാനിയുടെ അമ്മ ഊർമിള അമ്പരന്ന് പോയി. എന്നും ഫോണിൽ വിളിച്ചിട്ട് വിശേഷങ്ങൾ പറയാറുണ്ടെങ്കിലും നേരിട്ട് കണ്ടുമുട്ടിയപ്പോൾ അമ്മയും മോളും വീണ്ടും ക്ലീഷോയിലേക്ക് ചേക്കേറി. അല്ല മോളെ, നീ എന്ത് ധൈര്യത്തിലാണ് ആ തമയത്തി പെണ്ണിനെ അവിടെ നിർത്തിയിട്ട് വന്നത്? രാജീവിനെ വിശ്വാസക്കുറവുണ്ടായിട്ടല്ല, എന്നാലും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴല്ലേ പലരും തെറ്റിലേക്ക് നീങ്ങുന്നത്. ഭർത്താവിനെ ഇത്രയും വിശ്വസിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഊർമിള ആശ്ചര്യത്തോടെ പറഞ്ഞു. എന്റെ അമ്മേ, ആനന്ദ് ഇപ്പോൾ എന്ത് ചെയ്യുവാണെന്ന് അമ്മയ്ക്ക് കാണണോ? ശിവാനി തന്റെ മൊബൈൽ സ്ക്രീനിൽ ലൈവ് വീഡിയോ കാണിച്ചു കൊടുത്തു. ഇത് കണ്ട, അവിടെ ഇപ്പോൾ 6 മണിയായി. ആനന്ദി അവളുടെ ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് ഈ കാണുന്നത്. രാജീവേട്ടനോട് രാവിലെ എത്താമെന്ന് പറഞ്ഞത് കേട്ടോ? മോളോ, ഇതെങ്ങനെ? ഊർമിള വാ പൊളിച്ചു നിന്നു. അമ്മേ, ഇത് അവളുടെ മാലയിൽ ലോക്കറ്റിലെ ഒളിച്ചിരിക്കുന്ന ക്യാമറയിലൂടെ കിട്ടുന്ന വീഡിയോ ആണ്. ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങി മാലയാണ്. അത് ഞാൻ ആനന്ദിയുടെ കഴുത്തിലിട്ട് കൊടുത്തിട്ട് മുൻപ് മൂകാംബികയിൽ പോയപ്പോൾ വാങ്ങിയതാണെന്നും ഭയങ്കര ശക്തിയുള്ളതാണെന്നും യാതൊരു കാരണവശാലും കഴുത്തിൽ നിന്ന് മാല ഊരാൻ പാടില്ലെന്നും ഞാൻ അവളെ താക്കീത് ചെയ്തു. അവളാണെങ്കിൽ ഭയങ്കര വിശ്വാസിയാണ്. ഈ വിവരം രാജീവേട്ടൻ അറിയില്ല. ഈ മാല അവളുടെ കഴുത്തിലുള്ളത് കൊണ്ടാണ് ഞാൻ സമാധാനത്തിൽ ഇവിടെ നിൽക്കുന്നത്. എപ്പോൾ എന്റെ മനസ്സിൽ ഉത്കണ്ഠയുണ്ടാകുന്നു അപ്പോൾ ഞാൻ ഈ മൊബൈൽ ഓൺ ചെയ്ത് നോക്കും. അല്ലാതെ എനിക്കെന്നല്ല, ഈ ലോകത്ത് ഒരു പെണ്ണിനും ഭർത്താവിന്റെ ഒപ്പം ഒരു യുവതിയെ നിർത്തിയിട്ട് ഇത്രയും ദൂരേക്ക് ഒരു ദിവസം പോലും മാറി നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. മകളുടെ മുൻകരുതൽ കണ്ട് ഊർമിള വാ പൊളിച്ചു നിന്നുപോയി.